നിങ്ങൾ കേട്ടില്ലേ, ഒരു ഉസ്താദ് മിനിഞ്ഞാന്ന് രാത്രി മണിക്കൂറുകളോളം വഴല് പറഞ്ഞ് മനോഹരമായി പ്രസംഗിച്ച് അങ്ങനെ സുബഹിയുടെ മുമ്പ് 4 മണിക്കാണ് അദ്ദേഹം യാത്രയൊക്കെ കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഒരല്പനേരം വിശ്രമിച്ച് സുബഹി നിസ്കരിക്കാൻ എഴുന്നേറ്റു. സുബഹി നിസ്കാരം കഴിഞ്ഞു. വീണ്ടും ഒരല്പം വിശ്രമിക്കാൻ കിടക്കാനൊരുങ്ങവേ അദ്ദേഹത്തിന് അസ്വസ്ഥത വന്നു. സ്പോട്ടിൽ മരിച്ചു. ഇന്നലെ രാത്രി, ഇത് മിനിഞ്ഞാന്നാണ് ഈ വഴല്, ഇന്നലെ രാത്രി അദ്ദേഹം വഴല് പറയേണ്ടിയിരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. പടച്ചോനെ, എന്തൊരു റാഹത്തുള്ള മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല സന്തോഷ. ബഹുമാന്യനായ ഹാഫിള് മസ്ഊദ് സഖാഫി കൂടല്ലൂർ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞ വഴലുകളൊക്കെ ഖബറിലേക്ക് അല്ലാഹു വലിച്ചാക്കി കൊടുക്കട്ടെ. ആരൊക്കെ അത് കേട്ട് അതുകൊണ്ട് അമൽ ചെയ്യുന്നുവോ അതിനൊക്കെയുള്ള കൂലി ഖബറിലേക്ക് അല്ലാഹു കൊടുക്കട്ടെ. എത്ര സ്വാലിഹീങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടായി, എത്ര ഉസ്താദുമാര് സ്വാലിഹീങ്ങൾ ദുആ ചെയ്തു. ആ മനുഷ്യനൊക്കെ വലിയ ഭാഗ്യവാനാണ്. എന്നാലും നമ്മൾ ചിന്തിക്കണം, മരണമെന്ന ഒരു പ്രതിഭാസം, യാ അല്ലാ, അത് വല്ലാത്തൊരു പ്രതിഭാസം, അത് വല്ലാത്തൊരു സംഗതിയാണ്. മിനിഞ്ഞാന്ന് മരണപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ്, അബ്ദുറഹ്മാൻ വഹബി ഉസ്താദ്. 14 കൊല്ലം കടമേരി റഹ്മാനിയ അറബി കോളേജിൽ സീനിയർ മുദരിസായി സേവനം ചെയ്തിട്ടുണ്ട്. മഹല്ലി അടക്കം, തഫ്സീർ ബൈലാവി അടക്കം അതിപ്രധാനപ്പെട്ട ചില കിതാബുകൾ ഞങ്ങൾ ഓതിത്തന്ന ആ ബഹുമാന്യരായ ഗുരുവര്യർ 15 വർഷത്തോളമായി തെയ്യോട്ടിച്ചിറ കമാലിയ കോളേജിൽ കമ്മുസൂഫി വലിയുല്ലാഹി തങ്ങളുടെ ആ ഒരു മഖാമിന്റെ പരിസരത്ത് നടക്കുന്ന മഹത്തായ സ്ഥാപനത്തിൽ പ്രിൻസിപ്പളായി സേവനം ചെയ്യാൻ അസ്വസ്ഥത വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡിസ്ചാർജ് ആക്കി. ഉസ്താദ് പറഞ്ഞത്രേ, പരീക്ഷയ്ക്ക് അടുത്ത് വരികയാണ്, അതുകൊണ്ട് എനിക്ക് കോളേജിലേക്ക് പോകേണ്ടതുണ്ട്, ഡിസ്ചാർജ് വേണം, അവിടെ സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വിളിക്കാനുണ്ട്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു. അതിൽ അസ്വസ്ഥത വന്നു. ആ മഹാൻ അള്ളാഹുവിലേക്ക് യാത്ര പോയി. അവരുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദീൻ എന്താണോ പഠിപ്പിക്കുന്നത് അതായിരുന്നു. അവരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, സൗമ്യനായി ജീവിച്ച മഹാനായ വലിയ ഒരു മനുഷ്യൻ. ഈ 2 പേരെയും നിയ്യത്ത് ചെയ്ത് മനസ്സറിഞ്ഞോതൂ നിങ്ങളൊരു ഫാത്തിഹ. അൽ ഫാത്തിഹ.